ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവകൃപയാൽ ഞങ്ങളും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഞാൻ ഇന്ന് ബ്രെഡ് മസാല ഉണ്ടാക്കാനും മുട്ടക്കറിക്കുമുള്ള മസാല ഞാൻ ഇന്നലെ തയ്യാറാക്കി വെച്ചല്ലേ. കാരണം ഇന്ന് ഐ ഡോക്ടറെ അടുത്ത് ഫോളോ അപ്പിന് പോകണമായിരുന്നു. അത് ഉദ്ദേശിച്ചാണ് ഇന്നലെ എല്ലാം ചെയ്തത്. അങ്ങനെ ഇപ്പോൾ രാവിലെ ഞാൻ ബ്രെഡ് ടോസ്റ്റിന് വേണ്ടി ബ്രെഡ് മസാലയ്ക്ക് വേണ്ടി ആ ബ്രെഡുകളെല്ലാം ഒന്ന് ഇച്ചിരി ബട്ടറോ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ തേച്ചിട്ട് ഒന്ന് മൊരിച്ചിങ്ങനെ എടുക്കണം. അപ്പോൾ മൊരിച്ചെടുക്കുമ്പോൾ നമുക്കിങ്ങനെ പീസാക്കിയിട്ട് അത് മിക്സ് ചെയ്യുമ്പം പൊടിയത്തൊന്നുമില്ല. അതിന് വേണ്ടി ഇങ്ങനെ ചെയ്യുക. പിന്നെ ഒരു ഇച്ചിരി ടേസ്റ്റും സെപ്പറേറ്റ് നമുക്ക് നല്ലതായിരിക്കും. അങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി ഇങ്ങനെ ഞാൻ എടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് മുരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചായക്ക് തിളപ്പിക്കാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അതോടൊന്ന് ചായയും കൂടെ ഒന്ന് തിളയ്ക്കുമ്പോഴത്തേന് ഞാൻ മസാല ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മസാല എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. ആദ്യം ഇതൊന്ന് ഇങ്ങനെ മുറിച്ചെടുക്കട്ടെ. അപ്പോൾ ഞാൻ ആ മസാലയിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിലോട്ട് ഈ ബ്രെഡ് മസാലയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കച്ചപ്പും ഒരു പിഞ്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് ഒരു ഇച്ചിരി ഒന്ന് ഞാനൊന്ന് ലൂസാക്കുന്നുണ്ട്. കാരണം ആ ബ്രെഡൊക്കെ അതിലൊന്ന് പിടിച്ചൊന്ന് മസാലയൊന്ന് പിടിക്കാനായിട്ടേ. ഇപ്പം ഇതിലോട്ട് ഇനിയും ആ ബ്രെഡ് നമ്മൾ പീസാക്കിയ ബ്രെഡ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇച്ചിരി ഒന്ന് ഇളക്കുന്നുണ്ട്, മൊത്തത്തിൽ ഇങ്ങനെ ഇളക്കണ്ട. എന്നിട്ട് നമ്മൾ അന്നേരം ഇതിൽ മസാല പിടിക്കത്തുമില്ല. നമ്മളിനി കുറച്ച് നേരം ഒന്ന് ഇതൊന്ന് ചെറിയ തീയിൽ അടച്ച് വയ്ക്കുമ്പോഴേ ഇതൊന്ന് ഇച്ചിരി ഒന്ന് സോഫ്റ്റായി ഇതിൻ്റെ അകത്ത് മസാലകൾ പിടിക്കത്തുള്ളേ. ഇത് ഇച്ചിരി നേരം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് നേരം ഞാനിങ്ങനെ അടച്ച് കൊടുത്ത് എന്നിട്ട് ഇതിപ്പോൾ ഒന്ന് തുറന്ന് നോക്കി. അപ്പോൾ എൻ്റെ കയ്യിൽ 2 ചപ്പാത്തിയും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അതുകൂടി ഇതിൻ്റെ അകത്തങ്ങ് കണ്ടിച്ചിട്ട് നിങ്ങളിങ്ങനെയൊന്നും ചെയ്യണ്ട കേട്ടോ. ഞാൻ ആ ചപ്പാത്തി ഇന്നലത്തെ ചപ്പാത്തി ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്തങ്ങ് ഇട്ട്. അപ്പോൾ അതൊന്ന് ഇങ്ങനെ 2 സ്പാച്ചില കൊണ്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റായ ഒരു ഇതും ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊന്ന് ഞാൻ എല്ലാം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പം നമ്മുടെ മസാല ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഞാൻ അപ്പുറത്ത് ഒരു മുട്ട പൊരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ മുട്ടക്കറിക്ക് വേണ്ടി ബാക്കിയുള്ള മസാലയ്ക്കകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതൊന്നൊരു ഗ്രേവി ആക്കി എടുക്കട്ടെ. അപ്പോൾ ഇത് മുട്ടക്കറി ഞാൻ പറഞ്ഞില്ലേ, ചപ്പാത്തി വാങ്ങിച്ചിട്ട് മുട്ടക്കറിയും കൂടെ ആകുമ്പോൾ ഉച്ചയ്ക്ക് ചോറ് വേണ്ടിയവർക്ക് ചോറുണ്ട്, കുറച്ച് കൂട്ടാനൊക്കെ ഇരിപ്പുണ്ട്, അത് ചെയ്യാം. പിന്നെ വൈകിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള രീതിയിൽ. അപ്പം മുട്ടക്കറിയുടെ ഗ്രേവിയൊക്കെ ഇപ്പം നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ഇച്ചിരി കൂടെ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഇന്നലെ നമ്മളൊരു ഇച്ചിരി ഗരം മസാലയല്ല ചേർത്തുള്ളൂ. അപ്പോൾ ഇച്ചിരി കൂടെ ഗരം മസാല വേണമായിരുന്നു. ഞാൻ ഇച്ചിരി ഗരം മസാലയും ചേർത്തു. പിന്നെ ഒരു ഇച്ചിരി സാദാ കവറ് പാൽ അതും ഒഴിക്കുന്നുണ്ട്. ഒരു 1-2 ടേബിൾ സ്പൂൺ മലായി എൻ്റെ കയ്യിലുണ്ടായിരുന്നു, നമ്മുടെ ഈ പാൽപ്പാടെ, അതുകൂടെ ചേർക്കുന്നുണ്ടേ. അപ്പോഴത്തേക്കിന് നമ്മുടെ മുട്ടക്കറി പിന്നെ ഇതൊന്ന് തിളച്ചാൽ മതി. പിന്നെ മുട്ട പുഴുങ്ങിയത് ഇതിൻ്റെ അകത്ത് എടുത്തിട്ട് കൊടുത്താൽ മതി. ആ മുട്ട ഇടുന്നതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് എനിക്ക് പോകണമായിരുന്നു. ഇതിപ്പോൾ കറി ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പം ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയണേ. അവിടെ ചെന്നോണ്ടേ ഞങ്ങൾക്ക് ഇന്ന് 12 മണിക്കത്തെ അപ്പോയിൻമെൻറ്റ് തന്നെയായിരുന്നു. അവിടെ ചെന്നോണ്ടേ ഡോക്ടർ സർജറിയില്ല, 1 മണിക്കൂർ നമുക്ക് ലേറ്റാവുമെന്ന് പറഞ്ഞു. അപ്പം 1 മണിക്കൂർ ലേറ്റായാൽ പിന്നെ റീച്ചാൻ ഓഫീസിൽ പോകണം. അവർ പറഞ്ഞു എന്നാൽ വൈകിട്ട് വരാൻ പറ്റുമെന്ന്. അന്നേരം വൈകിട്ട് വരാനൊന്നും ഞാൻ തന്നെ ഒക്കത്തുള്ളൂ. അന്ന് എനിക്ക് 2 ടെസ്റ്റിംഗ് ഉണ്ടെന്ന് അവർ പറഞ്ഞ് അതിന് 1 മണിക്കൂറൊക്കെ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം വന്ന വഴിക്ക് ഞങ്ങൾ പിന്നെ തിരിച്ചിങ്ങി വന്നു. സാറ്റർഡേ വരാമെന്നും പറഞ്ഞ് ഞങ്ങളുടെ സൊസൈറ്റിയുടെ ഞങ്ങളുടെ 9 നമ്പറിൽ തന്നെ ഞാൻ കുറേ ദിവസം കൊണ്ട് നോക്കി വെച്ചിരുന്നത് ഇരുമ്പുളി കുഞ്ഞൊരു മരമാണ്. അപ്പം ഞാൻ എന്തോന്നാലും ഇന്ന് റീച്ചാണ് തുറന്ന് റീച്ചാ ഒന്ന് വാ റീച്ചാ, ഇതൊരു മോഷണമാണെന്ന് പറയാം. അങ്ങനെ ഞാൻ വാച്ച്മാനൊക്കെ അവിടെ നിൽപ്പുണ്ട്, അവർ കണ്ടിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇതാർക്കും ഇവിടങ്ങളിലുള്ളവർക്കൊന്നും അറിയത്തില്ലായിരിക്കാം ഇരുമ്പമ്പുളിയുടെ ഗുണങ്ങൾ. അപ്പം ഞാനിത് കണ്ടപ്പോൾ തൊട്ട് ഒരു മത്തി കിട്ടിയാൽ കറി വെക്കാമെന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ താഴെ ഒരു ഇച്ചിരി ഉള്ളായിരുന്നു, അത് ഞാൻ പിച്ചി ബാക്കി താണ്ട് ഇങ്ങനെ മേളിൽ നിൽക്കുമോ. ഒരു കമ്പെടുത്തിട്ട് ഞാൻ മേളത്തെ ഒരു പോലെ അടിച്ചിട്ട്
അത് പറക്കിക്കൊണ്ട് എന്നും ഞാൻ പ്രൈസമ്മനെ വിളിക്കാൻ പോകുമ്പോൾ ഇത് ഞങ്ങളുടെ ജനലിൽ മേളിൽ നിന്നാൽ എനിക്ക് കാണാൻ പറ്റും ഈ മരം. എന്നും ഇതിനെ നോക്കിയാണ് ഞാൻ പോകുന്നത്. വേറെ ആരും അത് ശ്രദ്ധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. മലയാളികൾ 1-2 പേരുണ്ട് ഞങ്ങളുടെ ഇവിടെ. അവരൊക്കെ കാണുമായിരുന്നെങ്കിൽ അവർ പിച്ചിക്കൊണ്ട് പോയേനെയായിരുന്നു. ഉപ്പിലിടാനൊക്കെ നല്ല അത്രയ്ക്ക് വേണ്ടിയൊന്നും എനിക്ക് കിട്ടിയില്ല, ഒരു പിടിയേ കിട്ടിയുള്ളൂ. അപ്പോൾ ഇത്തിരി കഴിഞ്ഞ് ഇപ്പുറത്തെ പുറകിലാണെങ്കിൽ നല്ല മുരിങ്ങപ്പൂ നിൽപ്പുണ്ട്. ഞാൻ ചിന്തിച്ചെന്നാൽ അത് ഇച്ചിരി കിട്ടി. മുരിങ്ങപ്പൂ തോരൻ നിങ്ങൾ ആരെങ്കിലും വെച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ്. ഞാൻ അന്ന് തോരൻ വെച്ചില്ല, ആ മുരിങ്ങയുടെ കാമ്പും കൊണ്ട്. കണ്ടേ അവിടെ ഒരു ആത്തയ്ക്ക നിൽക്കുന്നുണ്ടോ, സീതാഫൽ. അപ്പോൾ അത് ഇച്ചിരി ആ പൂക്കൾ പറിക്കാമെന്ന്, എന്തോന്നെങ്കിലും തറയിൽ വീണ് പോവല്ലേ, അതുകൊണ്ട് പൂക്കൾ പറിക്കാമെന്നും പറഞ്ഞ് പോകണേ കിട്ടിയില്ല. ഒരു ഇച്ചിരിയും ഇവിടെ താഴെ നിൽപ്പുണ്ട്, ബാക്കിയെല്ലാം അങ്ങ് മേളി നിൽക്കുക, പറിക്കാൻ പറ്റിയില്ല. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് രാവിലെ കുറച്ചൊക്കെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടാണ് പോയത്. ബാക്കിയെല്ലാം ഇവിടെ ആലാഹോലമായിട്ടൊക്കെ കിടക്കുമായിരുന്നു. അതെല്ലാം ഒന്ന് ഒതുക്കി വന്നിട്ട് പാത്രങ്ങൾ ബാക്കി ഇനി ഉണ്ട്. അപ്പം ചപ്പാത്തി അതെല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ട് നേരത്തെ കഴുകിയതെല്ലാം പിന്നെ അതാത് സ്ഥാനത്ത് വെച്ചിട്ട് ഇനി ബാക്കി കഴുകാനുണ്ട്. അപ്പോൾ പ്രൈസമ്മോനെയും വിട്ടിട്ടാണ് ഞങ്ങൾ പോയത്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ സമയത്തെ അപ്പോയിൻമെൻ്റ് എടുത്തത്. അവർ നമ്മുടെ അടുത്ത് ചോദിക്കും ഏത് സമയത്ത് നിങ്ങൾക്ക് വരാൻ സൗകര്യമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 12 മണി പറഞ്ഞ കൊച്ചിന് 11:30 ആകുമ്പം വിട്ടിട്ട് പിന്നെ ഞങ്ങൾ അതുവഴി അങ്ങ് പോയി. എന്നിട്ട് ഇനി ഈ പാത്രങ്ങളെല്ലാം വെച്ച് കഴിഞ്ഞ് ബാക്കി കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, അതുകൂടെ എല്ലാം കഴുകണമായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഇതുകൊണ്ടൊക്കെ അങ്ങ് നിൽക്കാം. ഡോക്ടറെ കാണുമായിരുന്നെങ്കിൽ എനിക്ക് വന്ന് ഉച്ചയ്ക്ക് ഇങ്ങനെ കൂട്ടാനൊന്നും വെക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇന്നിപ്പോൾ ഡോക്ടറെ കാണാതെ പോയിട്ട് അതുപോലെ തിരിച്ചിങ്ങി വന്നതുകൊണ്ട് ബാക്കിയൊക്കെ ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വെച്ച് ഉച്ചയ്ക്ക് ഇങ്ങനെയൊക്കെ പോയിട്ട് വൈകിട്ട് ചോറിന് കൂട്ടാനൊക്കെ വേണമല്ലേ. അപ്പം പിന്നെ അതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് പിന്നെ ഡാഡിക്ക് കൊടുക്കാനുള്ളത് കൊടുത്ത് അത് കഴിഞ്ഞ് എനിക്ക് വേറെ ഈ ജോലി ഇല്ലെന്നും പറഞ്ഞ് ഞാൻ ഇരുന്നത്. പക്ഷേ നോക്കുന്നിടം മൊത്തവും നമുക്ക് ഓരോ ജോലികളായിരുന്നു. അപ്പോൾ അതെല്ലാം കൊടുത്ത് പിന്നെ റീച്ചാനും കഴിച്ചിട്ട് റീച്ചാൻ ഓഫീസിൽ പോയി. ഞാനിവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ വെള്ളം കുടിക്കാനൊക്കെ രാവിലെ വെച്ചായിരുന്നല്ലേ, അതൊക്കെ എടുത്തൊന്ന് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കണം. അപ്പോൾ ഇപ്പം ഡാഡിക്ക് ഈ ചുമയായതുകൊണ്ട് എപ്പോഴും ചൂടുവെള്ളം ഫ്ലാസ്കിൽ വേണം. ഇപ്പോൾ ഈ തിളപ്പിച്ച വെള്ളത്തിൽ ഇപ്പോൾ ഈ സ്റ്റീൽ ചരുവത്തിൽ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ഈ സ്റ്റീൽ ചരുവത്തിലൊക്കെ നമ്മൾ അനത്തി വെച്ചാൽ വൈകുന്നേരം വരെ ചൂടായിട്ട് ഇരിക്കുന്നതായിരുന്നു. ഇപ്പം ഈ അന്തരീക്ഷം അത്രയ്ക്ക് അങ്ങ് തണുപ്പായതുകൊണ്ട് പെട്ടെന്നത് അത്രയും നേരം വൈകുന്നേരം വരെ ഒന്നും നിൽക്കത്തില്ല ചൂടായിട്ട്. അപ്പോൾ എപ്പോഴും ഇതിൽ നിന്ന് നമ്മൾ വെള്ളം എടുത്ത് ചൂടാക്കി ഇടയ്ക്കിടയ്ക്ക് ഫ്ലാസ്ക് നിറച്ച് വയ്ക്കണം. അപ്പോൾ ഞാൻ കുറേ ദിവസത്തിന് മുമ്പിട്ട് കുറച്ച് നെല്ലിക്ക ഉണങ്ങാൻ വെച്ചായിരുന്നല്ലേ, അതിപ്പം ഉണങ്ങി ഞാനതൊന്ന് ബോട്ടിലാക്കി എടുത്ത് വെക്കുക. പക്ഷേ ഞാൻ വെറുതെ ഇച്ചിരി വാങ്ങിച്ചത് ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെ ഉപ്പിലിട്ടത് ഇരിപ്പുണ്ട്, അച്ചാറിട്ടത്. അതുകൊണ്ട് ഇതിനി ഇങ്ങനെ അരിഞ്ഞു വെച്ച് എന്തെങ്കിലും ഇടയ്ക്കെങ്ങാനും എന്തെങ്കിലും ചെയ്യാനോ വെള്ളം കുടിക്കാനോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കാമെന്നുള്ള രീതിയിൽ ഉണക്കി വെച്ചതാണ്. അപ്പോൾ റഹിച്ചാൻ കഴിഞ്ഞ ദിവസം ഞാൻ അന്ന് മുരിങ്ങയ്ക്ക തോരൻ കാമ്പ് കൊണ്ട് തോരൻ വെച്ചില്ലേ. അപ്പോൾ റഹിച്ചാൻ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ നിന്ന് ഞാൻ അറിഞ്ഞില്ല വാങ്ങിച്ചുകൊണ്ട് വരുമെന്നുള്ളത്. കൊണ്ടുവന്നത് കണ്ടോ, വെറും പിഞ്ചാണ് കൊണ്ടുവന്നത്. ഈ പിഞ്ചൊന്നും കൊണ്ടുവന്നാൽ നമുക്ക് അതിൻ്റെ അകത്ത് മാംസം കാണത്തില്ല. ഇങ്ങനെയുള്ള തോരന് ഇത്തിരി വണ്ണമുള്ള ഇത്തിരി വിളഞ്ഞതാണ് നല്ലത്. പിഞ്ച് ചിലർ ഇങ്ങനെ ഇതിൻ്റെ ഈ പുറത്തെ ഈ സ്കിന്നൊക്കെ എടുത്ത് കളഞ്ഞിട്ട് മുറിച്ച് ചെറിയ പീസാക്കി അങ്ങനെ പിഞ്ച് ഡയറക്റ്റ് തോരൻ വയ്ക്കും. പക്ഷേ ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല, ഇങ്ങനെ അമ്മ വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ ഇതിൻ്റെ പൂ വന്ന് ഞാൻ പറയുന്നത്, പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഈ മുരിങ്ങ ഉള്ളത് കൊണ്ട് ഇങ്ങനെ പൂ ഇങ്ങനെ പൊഴിഞ്ഞ് വീഴും, അങ്ങ് മൊത്തത്തിലങ്ങ് തറയിലില്ലേ വിരിച്ചതുപോലെ കിടക്കും. അപ്പോൾ അത് നമ്മൾ പറക്കിയിട്ട് കഴുകി മണ്ണൊന്നുമില്ലാതെ കഴുകിയിട്ട് അമ്മ ഇതുപോലെ ഈ കാമ്പ് തോരൻ വെക്കുന്നത് പോലെ അതും തോരൻ വെക്കുമായിരുന്നു. അതും നല്ല ടേസ്റ്റാണ്. മുരിങ്ങയുടെ എല്ലാം നല്ല പൂവാന്നേലും കായാന്നേലും ഇലയാന്നേലും എല്ലാം ഔഷധമാണ്. അപ്പം ഞാൻ പറയുമായിരുന്നു ഇച്ചിരി മുരിങ്ങയില കിട്ടിയായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ട് മുരിങ്ങ ഇല ഉണങ്ങിയിട്ട് അത് ഒരു എനിക്ക് കൃഷിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഹെഡിങ് കണ്ടുകൊണ്ട് ഞാൻ നോക്കിയതാണ്, അമേരിക്കയിലെ വിളവെടുപ്പെന്നൊന്നും പറഞ്ഞ് കുറേ എന്ത് വിളവെടുപ്പെന്നറിയാം. ഒരു മലയാളി സ്ത്രീയാണ് അവിടെയൊക്കെ നന്നായിട്ട് ഇതെല്ലാം നന്നായി നമ്മുടെ കൃഷികളുണ്ടാവും. അതെല്ലാം അവർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് സമ്മർ സമയമാകുമ്പോൾ അവർക്ക് ഭയങ്കര വിലയായിരിക്കും എന്നാണ് പറയുന്നത്. ആ സമയത്തേക്കിന് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി അവരത് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ഈ മുരിങ്ങയിലയെ പറ്റി പറയുന്നു, മുരിങ്ങയിലയും ഇങ്ങനെ ഉണങ്ങി അവർ ഗ്രീൻ ടീ പോലൊക്കെ കുടിക്കും എന്നൊക്കെ പറയുന്നു.
അപ്പം ഞാനിതിൻ്റെ കാമ്പൊരു ഇച്ചിരി ഉള്ളായിരുന്നു, പക്ഷേ അതിൻ്റെ ആ ടേസ്റ്റ് കൊണ്ട് ഞാൻ ഇച്ചിരി ഉള്ളിയൊക്കെ കൂടുതലെടുത്ത് ഇത്തിരി തേങ്ങയൊക്കെ എടുത്തിട്ട് അതൊന്ന് തോരൻ വെക്കാമെന്ന് വെച്ച്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ലേ ഒരു ഇച്ചിണിയും പൂ കിട്ടിയായിരുന്നു, അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ തോരൻ ഇപ്പം നേരത്തെ ആണെങ്കിൽ പോൾമോനൊന്നും ഇഷ്ടമല്ലായിരുന്നു, ഇപ്പോൾ അവർക്കും ഇഷ്ടം. ചപ്പാത്തിയുടെ കൂടെ എനിക്കിത് കൂടുതലും കഴിക്കാനിഷ്ടം. അങ്ങനെ അതൊന്ന് തോരൻ വയ്ക്കട്ടെ. അപ്പോൾ ഇത് ഇച്ചിരിയല്ല ഉള്ളു, അപ്പോൾ ഒരു തോരനൂടെ വേണം. അപ്പം ഞാൻ പെട്ടെന്ന് വന്നിട്ട് വെജിറ്റബിൾസ് ഒന്നും അരിയാൻ സമയമില്ലാത്തതുകൊണ്ട് വെള്ള ചെറുപയറുണ്ടല്ലേ, അത് അടപ്പത്തിട്ട് കുക്കറിയിട്ട് 2 വിസിലടിച്ചായിരുന്നു. അതുകൂടെ തോരൻ വെക്കാമെന്ന് വെച്ച്. മുട്ടക്കറി വൈകിട്ടും വേണ്ടിയവർക്ക് കാണും, മുട്ട കാണത്തില്ലെന്നേ ഉള്ളൂ, ഗ്രേവി ഉണ്ട്, അത് വേണ്ടിയവർക്ക് അത് ഉണ്ട്. ഇവിടെ പ്രൈസമോനൊക്കെ പോളിനേക്കായി പ്രൈസമോൻ അങ്ങനെയുള്ള കറിയും ചപ്പാത്തിയും ഇഷ്ടം ചോറിനേക്കായി. അപ്പം ഞാൻ കുക്കറി അത് ഒന്ന് വേവിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിനായിട്ടും കടുക് പൊട്ടിച്ചിട്ട് ഇത്തിരി സവാളയും വെളുത്തുള്ളിയൊക്കെ ഒന്നിട്ട് അതുകൂടെ ഒന്ന് വഴറ്റിയിട്ട് ഇച്ചിരി തേങ്ങ ഇട്ട് ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും ചേർക്കും. പക്ഷേ ഈ പയർ ഇത്തിരി വേവുള്ള പയറാണ്, 2 വിസിലടിച്ചിട്ടും അത് കല്ലുപോലെ കിടക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇച്ചിരി നന്നായി വെള്ളം ഒഴിച്ചിട്ട് അത് കുറച്ച് നേരം ഇങ്ങനെ ചെറുതീയിൽ അടച്ചിടും. അപ്പോൾ അത് നന്നായി വേവും. ഇവിടെ ഇപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പയറൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഞാനിത് അടച്ചിട്ട് ചെറിയ തീയിൽ അവിടെ കിടക്കട്ടെ. അപ്പം ഞാൻ വന്നിട്ട് ഇതുവരെ ഒന്നും ഇരുന്നില്ല, ഇനി ഞാൻ ഒന്ന് അകത്ത് പോയി ഇരിക്കട്ടെ, ചെറിയ തീയിൽ അവിടെ കിടക്കട്ടെ. കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ ആ മൊബൈലിൻ്റെ അകത്ത് അന്നേരം വീഡിയോ എടുക്കുന്നത്, മൊബൈൽ അങ്ങ് കൊണ്ടുപോയി. പിന്നെ ലാസ്റ്റ് ഇത് വറ്റി എല്ലാം ആയപ്പോഴത്തേന് പിന്നെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. അതുകൊണ്ട് പയറ് തോരനും റെഡി ആയായിരുന്നേ. പിന്നെ ഇതിപ്പം രാത്രിയിലത്തെയാണ് കാണിക്കുന്നത്. രാത്രിയിൽ ഞാൻ പറഞ്ഞില്ലേ, രാത്രി കവർ പാലെടുത്ത് പിള്ളേർക്ക് ഇപ്പോൾ രാത്രി ബോൺവിറ്റ അത്ര താല്പര്യമില്ല, അവർക്കും കോഫിയാണ് ഇഷ്ടം. അപ്പം ഡാഡിക്ക് ഞാൻ ഇച്ചിരി മഞ്ഞളിട്ട്, കാരണം ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിക്കുന്നേരം എല്ലാവരും പറഞ്ഞ് എന്നോട് പാലങ്ങനെ കൊടുക്കരുത്, പാൽ ചായയും കൊടുക്കരുതെന്ന്. അപ്പോൾ ഞാനൊരു പ്രാവശ്യം അന്നേരം എന്നോട് രാവിലത്തെ ചായയും അങ്ങനെ കൊടുക്കല്ലെന്ന് പറഞ്ഞാൽ ഒരു ദിവസം അങ്ങനെ അതനുസരിച്ച് കട്ടൻ കാപ്പി തരട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനോട് അത്ര താല്പര്യമില്ല, ഡാഡിക്ക് ചായ തന്നെ വേണം. എന്നോടൊരു സബ്സ്ക്രൈബർ പറഞ്ഞാൽ പാൽ ചായ കൊടുക്കരുത്, കട്ടൻ കാപ്പി കൊടുക്കാൻ. അപ്പം ഡാഡിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്തോ ചെയ്യും. അപ്പം ഡാഡിക്ക് ഇപ്പം വൈകിട്ട് ഞാനിപ്പം എന്തെങ്കിലും ഇച്ചിരി ചെയ്യണം പറഞ്ഞ് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഡാഡിക്ക് അങ്ങനെ പാൽ കൊടുക്കും. ബാക്കി ഞങ്ങൾക്കെല്ലാം കോഫി, പിള്ളേർക്കും കോഫിയാണ് കൊടുക്കുന്നത് ഇച്ചിരി. അങ്ങനെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. ടേക്ക് കെയർ. ബൈ ബൈ. സീ യു.